വൈശാഖ മണക്കാട് 3-ാം തീയതി ടെസ്റ്റ്. പോട്ടെ 3/10/2004. ഈ ഓടിച്ചാൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. സ്പീഡിൻ്റെ കാര്യത്തിലല്ലേ, എങ്ങനെ എത്ര വൃത്തിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുട്പാത്ത് വണ്ടി കയറില്ല. അതുപോലെ തന്നെ മഞ്ഞ കട്ട കണ്ടോ, മഞ്ഞ ലൈനിൽ നിന്നൊക്കെ നേരത്തെ പറയാറുണ്ട് അത് കേട്ടോ. അങ്ങനെ ഒരു പാലിൻ്റെ റോഡുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കൊക്കെ വെച്ച് പാലൊരു ഇങ്ങോട്ട് റോഡില്ലേ, ഇടതുവശത്തോട് റോഡില്ലേ, അപ്പം നമ്മൾ ഈ ഇടതുവശത്തിൻ്റെ വലതുവശത്തോട് കയറി പോകണം. നമ്മുടെ റോഡിൻ്റെ ഇടതും വലതുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടതുവശത്തിൻ്റെ വലതുവശത്തോട് കയറി പോകണം. അതായത് ആ റോഡിന് ഇങ്ങോട്ട് മാറിപ്പോകണം കേട്ടോ. അവർ ബ്രേക്ക് പിടിച്ചാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാല് വന്നു കേട്ടോ. അത് അവിടെ നിന്നും ഇവിടെ ഒരുത്തും ചുമ്മാ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അവിടെ നിന്നും ഇടയിലേക്ക് ഈ വഴിയിൽ നിന്നും 3 അടി മാറിക്കണം ആ വഴിയിൽ നിന്ന് കേട്ടോ. ബ്രേക്ക് കാല് നോക്കി കേട്ടോ. വളവ് തിരിക്കുമ്പോൾ ഒന്ന് സ്റ്റിയറിംഗ് തിരിക്കുന്ന സ്ഥലമെല്ലാം വളവാണ്. അന്നേരം ഒന്ന് നമ്മൾ ഗിയർ മാറാമെന്ന് പോയേക്കല്ലോ കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ മെയിൻ ജംഗ്ഷനിലോട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ നിന്ന് മുൻകരുതൽ വേണം കേട്ടോ. അവിടുത്തെ വണ്ടി വരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ ഏത് ഗിയർ ഇടണം? സെക്കൻഡ് സ്പീഡിന് വന്നു ചുമ്മാ ആക്സിഡൻറ്റ് എടുത്ത് പോവല്ലേ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കി പോകണം പയ്യെ. നമുക്ക് ഫ്രണ്ടിൽ നോക്കി പോകും. ആക്സിഡൻറ്റ് എടുത്തല്ലോ അവിടെ വണ്ടിയുടെ പിന്നെ കിടക്കാൻ വണ്ടിയായിട്ട് അകലം കുറഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ് കാല് കുറച്ച് ഗിയർ ഡൗൺ ചെയ്ത് പോകണം കേട്ടോ. ഞാൻ പൊടിച്ച് തകർത്തോടെ പൊക്കും, ഒരു കുഴപ്പമില്ല. ഫുട്പാത്തല്ല വണ്ടി എന്നാ നേരെ എന്നാ കാൽനടക്കാർ നടക്കുമ്പോൾ വട്ടം നടക്കണം കേട്ടോ. അല്ലാതെ കോണിച്ച് നടന്നു പോകില്ല. അന്നേരം നമുക്ക് പാടാം. നമ്മൾ കാൽനടക്കാരാണ് നമ്മൾ വട്ടം നടക്കാവുള്ളൂ റോഡിന് കേട്ടോ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിയിൽ നോക്കല്ലേ കേട്ടോ. അങ്ങോട്ട് ചേർത്തപ്പോൾ ഒരു കാരണവശാലും നോക്കല്ലേ. കാരണം എന്നാൽ നമ്മൾ ഇങ്ങോട്ട് ഇടത്തോട്ട് തന്നെ പിടിച്ചോളാം വണ്ടി കേട്ടോ. ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇടത്തോട്ട് സ്റ്റീറിംഗ് പിടിക്കുകയും എന്നിട്ട് അവിടെ ഇടത്തോട്ട് സ്ഥലമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്ക് വെട്ടി നിർത്തും കേട്ടോ. പയ്യെ പോയാൽ മതി, ധൃതിയൊന്നും വേണ്ട. ഓടിക്കാനറിയാമെന്നറിയാം, പയ്യെ പോയാൽ മതി. ഇനി നോക്കി ബ്രേക്ക് കാല് വരണം കേട്ടോ. ഞാൻ പറഞ്ഞത് ചെയ്തു. ബ്രേക്ക് കാല് വരണം നോക്കി. കണ്ടോ, ഇത് ആ ഭാഗത്ത് ബാരിക്കേഡ് വരുന്നുണ്ടോ, അവിടെ ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ ബ്രേക്ക് കാട്ടി സെക്കൻഡ് എടുത്ത് വെച്ച് ബ്രേക്ക് കാട്ടടാ സെക്കൻഡ് വെച്ച നാളത് ബ്രേക്ക് കാട്ടി വരും കേട്ടോ. ഒരു പാണ്ടിലർ വട്ടം വെക്കുന്നു. നമ്മൾ 50 മീറ്റർ അകലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിൽ ഡീൽ ചെയ്യണം കേട്ടോ. ആ വണ്ടിക്ക് അത് സ്പിൻ കൊണ്ടാവും, പയ്യെ പൊക്കോട്ടെന്നേ. എല്ലാ ഗിയറിനും അതിൻ്റെതായ സ്പീഡാണ് കേട്ടോ.
എപ്പോഴും മുന്നോട്ട് തന്നെ നോക്കണം വണ്ടി കൊടുക്കും. വണ്ടി ചലിച്ചാൽ ആ മേലെ ഫ്രണ്ടോട്ട് നോക്കാം, വേറെ എങ്ങോട്ട് നോക്കിയാൽ കേട്ടോ. ബ്രേക്കാ പയ്യെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിയെ നോക്കല്ലെന്ന് കേട്ടോ. നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്ക്, ആ വണ്ടിയിൽ നോക്കാൻ നമ്മൾ നോക്കിയാൽ നമ്മൾ അറിയാതെ നമ്മൾ അങ്ങോട്ട് വണ്ടി തിരിച്ചു പോകും നമ്മൾ കേട്ടോ. അത് കാരണമാണ് അങ്ങോട്ട് നോക്കലെന്ന് പറഞ്ഞ്. നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കാം, നമുക്ക് ഇടയുള്ളടത്ത് നോക്കിപ്പോ. കയറ്റം ഇറങ്ങി വെച്ചോ കേട്ടോ. ബ്രേക്ക് കാലം ഒന്ന് ഇവിടെ ഏത് ഗിയർ കൊടുക്കണ്ടേ? ശബരിമല റൂട്ടിൽ പോയി കേട്ടോ. ശബരിമല റൂട്ട് ഏതാ ഇവിടെ? ആ അതെ. ആ പാലയാണെന്നെനിക്ക് മനസ്സിലായി, പാല റൂട്ടാണെന്നെനിക്ക് മനസ്സിലായി. നീ ആ ബോർഡ് നോക്കിയാന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് കേട്ടോ. ഒരു ഡ്രൈവർ എപ്പോഴും അതിനെ സൈൻ ബോർഡ് അവിടെയുള്ള ബോർഡുകൾ നോക്കി പോകണം. നമുക്ക് എല്ലാവരുടെയും ചോദിക്കാൻ പറ്റുമോ വഴി എവിടെയാ ചേച്ചി അല്ലെ ചേട്ടാന്ന്? അത് തന്നെ 30 കിലോമീറ്റർ സ്പീഡാണ്. 30 കിലോമീറ്റർ താഴെ വരാവുള്ളൂ കേട്ടോ. അപ്പോൾ 30 കിലോമീറ്റർ സ്പീഡിന് ഇടത് വശം ചേർന്ന് നോക്കും. ആക്സിഡൻറ്റിന് കാലെടുക്കുക കേട്ടോ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മത്സരിച്ച് ഒപ്പം പോകണ്ട. മത്സരമില്ല വണ്ടി ഓടിക്കുമ്പോൾ ആരുമായിട്ട് കേട്ടോ. വളവ് തിരിയുമ്പോൾ ആക്സിഡൻറ്റ് കാല് ലൂസാക്കണം. കയറ്റത്തിലുള്ള വളവിൽ ഇറക്കത്തിലുള്ള വളവിൽ ബ്രേക്കാ കാല് വരണം അല്ലേ? റോഡിൻ്റെ സ്വഭാവം ഓരോ നിമിഷവും മാറും കേട്ടോ. ബ്രേക്കേ കാല് വെച്ചു കേട്ടോ. ബ്രേക്കേ കാല് വെച്ചു ഉണ്ടോ. ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അത് പറഞ്ഞാൽ സ്പീഡൊന്നും നോക്കണം. നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നിൽക്കുന്നുണ്ടോ, ഒരു പിന്നെ ഇതുണ്ടോ, ഇവിടെ നിന്നുള്ള ഇങ്ങനെയുള്ള വഴിയുടെ ജംഗ്ഷൻ്റെ ഫ്രണ്ടിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. എവിടെയാണല്ലോ വെള്ളവരയ്ക്ക് അപ്പുറം. വെള്ളവരയ്ക്ക് അപ്പുറം മാത്രമല്ല, നമ്മൾ ജംഗ്ഷൻ, പാലം, ഒരു റോഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ കാണാൻ ഒരു വട്ടം കയറാൻ സാധ്യതയുണ്ട്. അതാണ് ബ്രേക്ക് കാല് വെക്കാൻ പറഞ്ഞു കേട്ടോ. ചവിട്ടിയിട്ട് അങ്ങ് വിട്ടോണം കേട്ടോ. സൈൻ ബോർഡ് നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ നിനക്ക് കമ്പൽഷൻ ഉണ്ടോ കാര്യം പറയാം. പൂജ്യം മാത്രം കാണുള്ളൂ കേട്ടോ. പൂജ്യം മാത്രം. ഇത് സൈൻ ബോർഡിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഒരു പരസ്യം കയറ്റി വെച്ചിട്ടുണ്ട്. പരസ്യം പിന്നെ പരസ്യം കച്ചവടം ഇല്ലെങ്കിൽ നാട്ടുകാരെ കൊല്ലാൻ വേണ്ടിയാണ് നോക്കി. 30 കിലോമീറ്റർ സ്പീഡോടെ സൈൻ ബോർഡിൻ്റെ ഫ്രണ്ടിലൊന്നും വണ്ടിയും പാർക്ക് ചെയ്ത ഒരു സാധനങ്ങളും കേട്ടോ. കാല്
ബ്രേക്കേ കാല് കേട്ടോ. എപ്പോഴും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ, അതായത് വളവിലൊരു വണ്ടി ഓവർടേക്ക് ചെയ്യില്ല കേട്ടോ. ഏത് വണ്ടിയാണല്ലോ അത് 20 കിലോമീറ്റർ സ്പീഡിൽ ഒരുത്തും പോകണമെങ്കിൽ നമ്മൾ 18 കിലോമീറ്റർ സ്പീഡിനെ പോകാവുള്ളൂ കേട്ടോ. ഇപ്പം അയാൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയേക്കുന്നുണ്ടോ. ഓവർടേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എതിനാന്ന് പറഞ്ഞാൽ വലതുവശത്തോടെ, റോഡിൻ്റെ വലതുവശത്തോടെ, അതായത് ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നിരുന്ന് ഉറപ്പ് വരുത്തി കയറി പോകണം. 30 കിലോമീറ്റർ സ്പീഡ്, അതായത് 30 കിലോമീറ്റർ താഴെയുള്ള സ്പീഡാണ് ഈ എഴുതിയേക്കുന്നത്. മഞ്ഞ വരലും കയറില്ല, ഫുട്പാത്തിൽ കയറില്ല. ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് കൊടുക്കലെന്ന് പറഞ്ഞാൽ കാരണം എന്താ, ആ വണ്ടിക്ക് എന്തോ നീളമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ വലത്തോട്ട് വണ്ടി തിരിക്കല്, അങ്ങോട്ട് നോക്കുന്നത്. വണ്ടി കുറച്ച് വലിയ ലോറിയൊക്കെ വരുമ്പോൾ നീളമുള്ളത് കേട്ടോ. അപ്പോൾ അറിയാൻ പറ്റില്ല. കാറ് ബസ് പോലെയല്ല, ലോറിക്കൊക്കെ നമ്മൾ നീളം കൂടുതൽ കാണും, കണ്ടെയ്നർ പോലെ ലോറി കാണും കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം ബ്രേക്കുമായിട്ട് സ്പീഡ് കുറച്ച് കൊടുക്കും. ഫുട്പാത്തിലും കയറില്ല, മഞ്ഞളിലും കയറില്ല ഉണ്ടോ. ഓക്കെ. അങ്ങനെ വന്നാലും നമുക്ക് ഇവർ പറഞ്ഞ കറക്റ്റ് ഇത് കൊണ്ട് കിലോമീറ്റർ സ്പീഡാണ് പറഞ്ഞത്, 30 കിലോമീറ്റർ താഴെന്ന്. ആ കിലോമീറ്റർ താഴെ വന്നാൽ മാത്രമേ ഈ വളവ് കറക്റ്റായിട്ട് രീതിയിൽ തിരിഞ്ഞു വരുള്ളൂ. കൂടുതൽ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഒന്നെങ്കിൽ വൈഡായിട്ട് പോകും കേട്ടോ. അതാ പിന്നെ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പാലിലായിട്ട് കയറി പോകണം വണ്ടി കേട്ടോ. ഒരു 25 മീറ്റർ മുന്നോട്ട് അതുപോലെ കയറി ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറാവുള്ളൂ. പെട്ടെന്ന് ഒരു ഓടിക്കുന്ന വണ്ടിനെ മുന്നോട്ട് ഓവർടേക്ക് ചെയ്തിട്ട് വട്ടം കയറിയേക്കല്ലോ കേട്ടോ. ഇനി എവിടെയെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് കറക്റ്റായിട്ട് വണ്ടി കൊണ്ടുപോയി ഒതുക്കി നിർത്തും കേട്ടോ. ഒതുക്കി നിർത്താൻ അറിയാം, നിർത്തിയിട്ട് ഒതുക്കാനല്ല, അറിഞ്ഞ് ഒതുക്കി നിർത്തണം. അപ്പോൾ അതനുസരിച്ചുള്ള ഗിയറൊക്കെ ഡൗൺ ചെയ്ത് നിർത്തിയില്ലേ. നിർത്തി. ഇനി ഇനി യൂട്ടേൺ തിരിക്കണം. നോക്ക് വണ്ടി വരുന്നുണ്ടോന്ന്. ഇൻഡിക്കേറ്റർ ഇട്ട് യൂട്ടേൺ തിരിക്കാനുള്ള പുറകെ വണ്ടി വരുന്നു നോക്കണേ. അവിടെ നിൽക്കുക കേട്ടോ. ടെൻഷനൊന്നും വേണ്ട, വണ്ടി എല്ലാം കടന്നു പോയിട്ട് വെപ്രാളോ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നീ വണ്ടി ഓടിക്കാൻ നീ എടുക്കും കേട്ടോ. നീ ഫോണും കണ്ടോണ്ടിരിക്കല്ലേ. ഇപ്പോഴൊന്നും എടുക്കണ്ട, അവിടെ നിർത്തിക്കണ്ടി കേട്ടോ. എല്ലാ വണ്ടിയും പോയി സാവകാശം. പോട്ടെ. നിർത്തിക്കാടെ വണ്ടി ഉണ്ട്. നിൽക്കവിടെ വണ്ടി നിർത്തോടെ, വണ്ടിയെല്ലാം പോട്ടെ. എല്ലാ വണ്ടിയും ഇവിടെ ധൃതി ഒന്നും വേണ്ട കേട്ടോ. കശ വിശാന്ന് വണ്ടി പോണേ. ആ
പഠിച്ചാണ് പോട്ടെ. ഓക്കെ. ആ ഇവിടെ അങ്ങ് ഒതുക്കി നിർത്തി, ഇവിടെ അങ്ങ് ഒതുക്കി നിർത്തി, ഇവിടെയൊക്കെ ഇവിടെ അങ്ങ് ഒതുക്കി നിർത്തില്ല മതി. ഇവിടെ സൈഡിലോട്ട് ഒതുക്കി നിർത്തി കേട്ടോ. ഓക്കെ, വൃത്തിയായിട്ട് നിർത്തി. ഓക്കെ.